ദിലു എവിടെ പോവാ? അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളിവിടെ ലേക്ക് വ്യൂ പാർക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് കാനഡയിൽ ഒണ്ടാരിയോയിലാണ്. ഒണ്ടാരിയോയിൽ തന്നെ ഒഷ്വയിലാണ് ഉള്ളത്. അപ്പം ഒഷ്വയിലുള്ളൊരു പാർക്കാണ് ലേക്ക് വ്യൂ പാർക്ക്. അങ്ങനെ ഒത്തിരി നാളായിട്ട് അവൾ പറയുന്ന കാരണം ഞങ്ങളിന്നും പോകാമെന്ന് കരുതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടിയില്ല. അപ്പോൾ ഈവനിങ് അങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ലേക്ക് വ്യൂ പാർക്കിലേക്ക് പോവാണ്. ശരിക്കും ഇപ്പോൾ സമ്മറിലേക്ക് അടുക്കുവാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ചെറിയ വെയിലും തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പാർക്കിലേക്ക് പോയിരുന്നാൽ നമുക്ക് ടൈം പോകുന്നത് തന്നെ അറിയത്തില്ല. പിന്നെന്താ, അങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു വീണ്ടും വ്ളോഗൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു 3-4 വർഷം ആവുന്നുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ മോളുടെ ചെറിയ വീഡിയോസ് ഇടുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഈ ചാനൽ വഴി പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ഈ വ്ളോഗ് വഴി അല്ലെങ്കിൽ ഈ ചാനൽ ത്രൂ നിങ്ങളൊക്കെ അറിയിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കെത്തിയിട്ട് അവൾ ആദ്യം തന്നെ എന്താ സ്ലൈഡിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോവാണ്. പക്ഷേ തൊട്ട് പുറകെ ഞാൻ പോകുന്നുണ്ട്. അവൾ പുറകെ ഞാനുണ്ടെങ്കിൽ അവൾ അങ്ങനെ കയറി പോവുള്ളൂ. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ പാർക്കിൽ. അപ്പം ചിലപ്പോൾ ഇവളിങ്ങനെ പതിയെ പോവുള്ളൂ. കാര്യം ഇവൾക്ക് പേടിയുണ്ട് ചെറുതായിട്ട്. അങ്ങനെ പതിയൊക്കെ കയറാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ തന്നെ നല്ലോണം കെയർ ചെയ്ത് കൂടെ നിൽക്കണം. അത് കഴിഞ്ഞ് നേരെ ഓടിയത് ഊഞ്ഞാലാടാനാണ്. അവൾക്ക് ഇവിടുത്തെ ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ, നല്ല സപ്പോർട്ടുള്ള, പെട്ടെന്ന് വീഴുകയൊന്നും ചെയ്യാത്ത ടൈപ്പ് ഊഞ്ഞാലാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവൾ ഇവിടെ വന്നത് തന്നെ ഇതുമാതിരി വെള്ളത്തിൽ കളിക്കാനാണ്. ഭയങ്കര ഇഷ്ടമാണ്. നോർമലി കുഞ്ഞി പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുപോലെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് വെള്ളത്തിൽ കളിക്കാൻ. ഞങ്ങൾ വേറൊരു ഡ്രസ്സൊക്കെ കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലൊരു ഓൺ ആൻഡ് ഓഫ് ടൈം മാതിരിയാണ്. കുറച്ച് ടൈം വെള്ളം ഉണ്ടാകും കളിക്കാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്കും അത് ഓഫ് ആവും. പിന്നെയും കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് ഓണാകും. അപ്പോൾ ഇവർക്ക് പിള്ളേർക്ക് കളിക്കാൻ ഇത് ഭയങ്കര രസമാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് വെള്ളം കളിച്ചതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ഈ പാർക്കിൻ്റെ കൂടെയുള്ള ബീച്ചാണിത്. അവിടെ പോയി കളിക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം ബീച്ചിൽ കളിച്ചായിരുന്നു. ഞാൻ കരുതി പനിയോ ചുമയോ ഒക്കെ വരുമെന്ന്. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഇത്തവണ. നോർമലി ഈ പാർക്കിൽ വന്ന് കളിച്ചിട്ട് ബീച്ചിലൊക്കെ കളിച്ചിട്ട് പോവുകയാണെങ്കിൽ പനിയോ ചുമയോ ജലദോഷമോ ഒക്കെ വരുന്നതാണ്. ഇത്തവണ പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അവൾ നല്ല കാര്യമായിട്ട് കളിക്കുകയും ചെയ്തു. അങ്ങനെ അവളുടെ ചെറിയ ചെറിയ കുസൃതികളും കളികളൊക്കെ ഞങ്ങൾ